അവിട്ടം, ചതയം, പൂരുരുട്ടാതി, വിശാഖം, അനിഴം, തൃക്കേട്ട, ചിത്തിര, ചോതി എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത്. അതായത് മനുഷ്യരായി പിറന്ന എല്ലാവരും തന്നെ ജീവിതത്തിൽ എപ്പോഴും മനസ്സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കുന്നതിനനുസരിച്ചായിരിക്കില്ല പല കാര്യങ്ങളുടെയും പോക്ക്. കാരണം ഓരോ മനുഷ്യരുടെയും തലയിൽ വരച്ചിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തന്നെയായിരിക്കും അവരവരുടെ ജീവിതത്തിൽ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ചില വിധികളെപ്പോലും തിരുത്തി എഴുതുവാൻ ചില പ്രത്യേക സമയങ്ങൾക്ക് കഴിയുമെന്നാണ് ജ്യോതിഷം വിശ്വസിക്കുന്നത്. അത് വെറും വിശ്വാസം എന്നതിലുപരി വലിയ ഒരു സത്യം കൂടിയാണ്. അതായത് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതം എന്ന് പറയുന്നത് ഒട്ടനവധി പ്രതിസന്ധികളുടെ നടുവിലാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അതൊരു പക്ഷേ നിങ്ങളുടെ വിധിയാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു വച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ നിങ്ങളിൽ നിമിഷ നേരം കൊണ്ട് ഭാഗ്യം തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ നിമിഷ സമയം മതിയാകും എന്നതാണ് വാസ്തവം. അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച, അതായത് മിഥുന സംക്രാന്തി ദിവസം തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അത്രയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു ദിവസമാണ് ഇത്. കാരണം അന്നേ ദിവസം സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും സൂര്യൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില സുപ്രധാന കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒഴുക്കിനൊത്ത് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നുണ്ടെന്നല്ലാതെ ഒരു വിധത്തിലും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതമല്ല നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കഷ്ടകാലങ്ങളും അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ വിട്ടുമാറാതെ നിങ്ങളെ പിന്തുടരുകയാണ്. എന്നാൽ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാഞ്ഞിട്ടോ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുവാനായി കഠിന പ്രയത്നം ചെയ്യാഞ്ഞിട്ടോ അല്ല ഇത്തരത്തിൽ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് പോകേണ്ടി വരുന്നത് എന്നതും മറ്റൊരു വസ്തുതയാണ്. ഏറ്റവും പ്രധാനമായി സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അനുഭവിച്ചു വരുന്നത് വലിയ രീതിയിലുള്ള തകർച്ചകളാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്നത്തെ ഈ അധ്യായം കാണുന്നതിൽ ഏതോ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾ വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം പോലും കയ്യിൽ എടുക്കുവാനില്ലാത്തത് കൊണ്ട് മാനസികമായി വല്ലാത്ത പിരിമുറുക്കത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ കടബാധ്യത പെരുകി വരുന്നതല്ലാതെ അതിന് ഒരു അറുതി കാണുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായാണ് കാണപ്പെടുന്നത്. അതായത് കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന 3 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും
ജീവിതത്തിലെ പല നെടുവീർപ്പുകളിൽ നിന്നും രക്ഷപ്പെടുവാനും സമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യസമയമായാണ് ഈ ഒരു സമയം കാണപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ എന്തൊക്കെയോ പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾ ഈ അധ്യായം കാണുന്നുണ്ട്. മാത്രമല്ല, ആ പ്രശ്നങ്ങൾക്ക് ഉടനടി ഒരു പരിഹാരമായില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താകുമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ അതിനൊരു ഉത്തരമില്ല. അപ്പോൾ അത്തരത്തിൽ ഉടനടി പരിഹാരം ആഗ്രഹിക്കുന്ന എന്തോ ഒരു പ്രശ്നത്തിന് മുൻപിൽ വല്ലാതെ ഭയന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഈ ഭാഗ്യം നിങ്ങൾക്ക് തുണയായി എത്തുന്ന ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്ന കാര്യം അച്ചിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന ഏതൊക്കെയോ വ്യക്തികൾ ചില വസ്തു രജിസ്ട്രേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതായത് ആ വസ്തുവിൻ്റെ ഇടപാട് സമാധാനപരമായി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം തന്നെ. കാരണം അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് വൻ നഷ്ടമുണ്ടാവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെടുകയോ ചെയ്തേക്കാം. എന്തു തന്നെ ആയിരുന്നാലും വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതിസന്ധികളിൽ പെട്ടു നിൽക്കുന്ന ഏതൊക്കെയോ കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റം മഹാഭാഗ്യകരമായാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ വസ്തു കച്ചവടത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിലും എന്തെന്നില്ലാത്ത തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ചില കുംഭം രാശിക്കാർക്കും ഈ ഒരു സമയത്ത് ആ പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായ പരിഹാരം കാണുവാൻ കഴിയും. അതായത് ഈ ഒരു പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്ന് ഇല്ലാതാകുന്നതോടെ തന്നെ നിങ്ങൾക്ക് വലിയ ഒരു സാമ്പത്തിക നേട്ടവും കൈകളിലേക്ക് വന്നു ചേരും എന്നതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി അതുപോലെ തന്നെ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഏതോ കുംഭം രാശിയിൽ പിറന്ന മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളെ പറ്റി എന്തെന്നില്ലാത്ത വേവലാതികളാണ് മനസ്സിലുള്ളത്. അതിൽ തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടും അവർക്ക് അതിന് തക്കതായ ഒരു ജോലി ലഭിക്കുന്നില്ല എന്നുള്ള വിഷമം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏതൊക്കെയോ മാതാപിതാക്കൾ നിലവിൽ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ കുംഭം രാശിയിൽ പിറന്ന മാതാപിതാക്കൾക്ക് മക്കളുടെ ജീവിതത്തിലെ ചില ശുഭകാര്യങ്ങൾ കാണുവാനുള്ള യോഗവും ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് തെളിഞ്ഞു കാണുന്നു. അതൊരു പക്ഷേ അവർ നേടിയെടുക്കുന്ന പുതിയ ജോലിയോ അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതും എന്തുമാകാം. ഒപ്പം തന്നെ ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾ നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ ഏറെയാണ്. കാരണം നിങ്ങളിൽ സൂര്യൻ അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ചില അഭിനന്ദനങ്ങളും ചില പ്രോത്സാഹന സമ്മാനങ്ങളും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില അവിശ്വസനീയമായ നേട്ടങ്ങളും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഘടബാധ്യതയിൽ നിന്ന് ഒരു മുക്തി കാണുവാൻ ഇനി എന്നാണ് സാധിക്കുക എന്ന് ഓരോ ദിവസവും മനസ്സിൽ ചിന്തിച്ച് മാനസിക സംഘർഷം അനുഭവിച്ചു കൊണ്ടിരുന്ന കുംഭം രാശിക്കാരിൽ ചില ആളുകൾക്ക് ഈ ഒരു സമയത്ത് വരുമാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഉണ്ടാവുകയും നിങ്ങളുടെ കടബാധ്യതകളെ പരിഹാരത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവും ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് വളരെ വ്യക്തമാണ്. ഇനി ഇതിനെല്ലാം പുറമെ കുടുംബ ബന്ധങ്ങളിൽ കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് പോലും മികച്ച ഒരു ആരോഗ്യസ്ഥിതി വളരെ വേഗത്തിൽ കൈവരുന്ന തരത്തിലുള്ള ഒരു ശുഭകരമായ മാറ്റത്തിലേക്ക്
എത്തിച്ചേരുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത്. ഇനി രണ്ടാമതായി, ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിട്ട് തന്നെ നാളുകളായി എന്നുള്ള അവസ്ഥയാണ് ഒരു ബഹുഭൂരിപക്ഷം ആളുകളുടെയും ജീവിതത്തിൽ ഉള്ളത്. കാരണം ജീവിതത്തിലെ എന്തൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചാലും അതിൽ എല്ലാം നിങ്ങൾക്ക് മനസ്സമാധാനക്കേടല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. മാത്രമല്ല, ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ വൃശ്ചികം രാശിക്കാർക്ക് നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വല്ലാത്ത മാനസിക പിരിമുറുക്കമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് മാറി മാറി എപ്പോഴും ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലെ സമ്പാദ്യം ആശുപത്രിയിൽ കൊടുക്കുവാൻ പോലും തികയുന്നില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതമുള്ളത്. ഇത് എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും ഇന്നത്തെ അധ്യായം കാണുന്ന ചില വ്യക്തികൾ അത്തരത്തിൽ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതുകൂടാതെ ദാമ്പത്യ ജീവിതത്തിലെ തകർച്ച കൊണ്ട് ജീവിതത്തിൽ മുഴുവനായി ഒറ്റപ്പെട്ടു പോയ ഏതൊക്കെയോ വ്യക്തികളും ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സഹിക്കാവുന്നതിൻ്റെയും ക്ഷമിക്കാവുന്നതിൻ്റെയും പരമാവധി ആ ഒരു ബന്ധം നിലനിർത്തുവാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യം നിങ്ങളോടൊപ്പമില്ലാത്ത അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ ഇപ്പോൾ മരവിച്ച മനസ്സുമായി ഓരോ ദിവസവും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതോ വൃശ്ചികം രാശിക്കാരിൽ വളരെയധികം ഭാഗ്യകരമായ ചില അനുഭവങ്ങളാണ് ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത്. അതായത് ജീവിതത്തിൽ എല്ലാ മേഖലയിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖങ്ങൾ മാത്രം നിരന്തരം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നിങ്ങൾ ഭഗവാനോട് പോലും പലപ്പോഴും പരിഭവങ്ങൾ പറയാറുണ്ടെങ്കിലും ഈ നിമിഷം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ദുരവസ്ഥകൾക്ക് ഒരു മാറ്റം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണോ ഉള്ളത് അതിൽ പലതും അപ്രത്യക്ഷമാവുന്ന തരത്തിലാണ് നിങ്ങളിൽ ഈ സൂര്യൻ്റെ രാശിമാറ്റം ഭാഗ്യമായി തെളിയുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയിരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളിലേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിമിഷ നേരം കൊണ്ട് ഉണ്ടാകും എന്നതാണ് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത. അതായത് നിങ്ങൾ ജീവിതത്തിൽ അധ്വാനിക്കുകയും ജീവിത വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭാഗ്യം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളെ തുണയ്ക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ സ്വന്തമായി ഒരു ജോലിക്ക് വേണ്ടി വളരെ നാളുകളായി അലയുകയും കഷ്ടപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും ലഭിക്കാറായ തൊഴിലവസരങ്ങൾ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ സൂര്യൻ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാതി പരിശ്രമം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ കഴിയും എന്നതാണ് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത. അതിനാൽ തന്നെ തൊഴിൽ മേഖലയിലെ അഭിവൃദ്ധിയും പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഗ്രഹവുമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭസമയമാണ്. ഇനി അതുപോലെ തന്നെ സർക്കാർ തലത്തിലുള്ള തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയുള്ള ചില പ്രത്യേക പരീക്ഷകൾ എഴുതിയതിനു ശേഷം അതിൻ്റെ ഫലം എന്താകുമെന്ന് അറിയുവാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാരിൽ ഈ ഒരു സമയത്ത് ഏറ്റവും സന്തോഷകരമായ വിജയവാർത്ത കേൾക്കുവാനുള്ള യോഗം വളരെയധികമാണുള്ളത്. ഒപ്പം തന്നെ ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാർക്കും
ഈ സൂര്യൻ്റെ രാശിമാറ്റം ഏറ്റവും ലാഭകരമായ ചില സാഹചര്യങ്ങൾക്ക് കാരണമാകും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച എന്ന ദിവസം തന്നെ ഇതുവരെ നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ലാഭവിഹിതം കൈപ്പറ്റുവാനുള്ള ഭാഗ്യം ചില വൃശ്ചികം രാശിയിൽ പിറന്ന കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ചയോടെ ചില വൃശ്ചികം രാശിക്കാരുടെ വീടുകളിൽ ചില ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെയോ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ഒരു സന്തോഷകരമായ കാര്യത്തിനു വേണ്ടി നിങ്ങളുടെ കുടുംബം ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്യും. മാത്രമല്ല, ഈ സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതിലും ചിന്തിച്ചതിലും ഭംഗിയായി നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന ആ ഒരു ശുഭകാര്യം പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങളെ കൊണ്ട് കഴിയും. ഇനി വൃശ്ചികം രാശിക്കാർക്ക് കുടുംബ ബന്ധങ്ങളിലായിരുന്നാലും ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ വരെ പരിഹാരത്തിലേക്ക് എത്തിക്കുവാനും ജീവിതത്തിൽ സമാധാനം കൂടുതലായി അനുഭവിക്കുവാനും കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത്. ഒപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച വൃശ്ചികം രാശിക്കാർക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കും. ഇനി അടുത്തതായി സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിയിൽ പിറന്ന പല വ്യക്തികൾക്കും സ്വന്തം ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതിനെല്ലാം നേർവിപരീതമായ പല സാഹചര്യങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങൾ മാത്രം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ ചില വ്യക്തികൾക്ക് ആത്മവിശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത്. ഏറ്റവും പ്രധാനമായി സാമ്പത്തികമായി വല്ലാതെ തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ ഉള്ളത്. സാമ്പത്തിക തകർച്ച മാത്രമല്ല, തൊഴിൽ മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് ഒട്ടനവധി പ്രതിസന്ധികളാണ് കുറച്ച് നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ചയോടെ സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് ഭാഗ്യമാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ പൂർണ്ണമായി ഇല്ലാതാകും എന്നതാണ് വാസ്തവം. ഇതിൽ തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ തുലാം രാശിക്കാർ ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച ചില പ്രത്യേക പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനായി ഒരുങ്ങി നിൽക്കുകയാണ്. അതായത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അത്രയധികം ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില വേവലാതികളുമുണ്ട്. എന്നാൽ നിങ്ങൾ എന്തു തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയാണോ ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം ഏറ്റവും ഭംഗിയായി തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള മഹാഭാഗ്യമാണ് ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് തുലാം രാശിക്കാരിൽ കാണുന്നത്. ഒപ്പം തന്നെ ഈ ഒരു സമയം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമയത്തിൻ്റെ തുടക്കമാണ്. അതായത് എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ സാമ്പത്തികമായി ഒരു ഉന്നമനമില്ലാതിരുന്ന ചില ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില പുതിയ കാര്യങ്ങൾക്ക് ഈ ഒരു സമയത്ത് തുടക്കം കുറിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയും നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ആ ഒരു കാര്യത്തെ വൻ വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതായത് നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന ആ ഒരു കാര്യം നിങ്ങളെ സാമ്പത്തികമായി വലിയ ഒരു ഉന്നതിയിലേക്കായിരിക്കും എത്തിക്കുക. ഒപ്പം തന്നെ
ഇന്ന് ഈ അധ്യായം കാണുന്ന ചില തുലാം രാശിക്കാർ മറ്റുള്ളവർക്ക് കടമായി കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്ന ചില തുകകളുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കിയ പണം അവരെ സഹായിക്കുവാനായി നിങ്ങൾ നൽകിയെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് അത് വലിയ ഒരു നഷ്ടമായിരിക്കുകയാണ്. എന്നാൽ അത്തരത്തിൽ മറ്റുള്ളവരെ വിശ്വസിച്ച് കടമായി നൽകിയ തുക നഷ്ടപ്പെട്ടല്ലോ എന്ന് മനസ്സുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ചില തുലാം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ധനം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്ന അനുഭവമുണ്ടാകും. അതുകൂടാതെയും തുലാം രാശിക്കാർക്ക് ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുവാനും പണയത്തിൽ വെച്ചിരുന്ന വീടിൻ്റെ ആധാരം പോലെയുള്ള ചില കാര്യങ്ങൾ തിരികെ സ്വന്തമാക്കുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് കാണുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് ധനഭാവത്തിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെടുമെന്നാണോ നിങ്ങൾ കരുതിയിരുന്നത് അതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ പകരം പല ഭാഗത്തു നിന്നും നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഇത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജൂലൈ 15-ാം തീയതി തിങ്കളാഴ്ച ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാർക്കും സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ജീവിതത്തിൽ ഒട്ടനവധി നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടായി തുടങ്ങുന്നത് കാണുവാനുള്ള ഭാഗ്യം കൈവരുകയും ചെയ്യും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.